നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ഞായറാഴ്ച ദിവസത്തെ മലയാള തീയതി 1200-ാം ആണ്ട് ധനുമാസം 21-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം 15-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:42 അസ്തമയം വൈകുന്നേരം 6:13 തിഥി ഉദയാൽപരം തിഥി ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി ഞായറാഴ്ച വൈകിട്ട് 8:15 വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞായറാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി 9:25 ശനിയാഴ്ച രാത്രി 9:25 പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് 8:19 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലാണ്. ഇപ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലാണ്. അവസാനത്തെ ഒരു പാദമാണ് മീനക്കൂറിലുള്ളത്. അതിൻ്റെ സമയം കൂടി പറഞ്ഞു തരാം. അപ്പോൾ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി 9:25 അപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:25 വരെയാണ് ഈ പുണർദം മുക്കാൽ സമയം എന്നുള്ളത് മനസ്സിലാക്കുക. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:25 വരെ കുംഭക്കൂറിൽപ്പെട്ട പുണർദം മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞായറാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രമാണല്ലോ. പൂരുട്ടാതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പൂരുട്ടാതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഞായറാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രപ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, ചതയം. ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. ജ്യോതിഷം പറയുന്നത് അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, ചതയം എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രപ്രകാരം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. പൂരുട്ടാതി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ള സാധ്യതയുള്ള നാളുകാർ, 100% വന്നു ചേരുമെന്നല്ല, സാധ്യതയുള്ള നാളുകാർ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ പ്രതികൂലമായ അനുഭവമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം ഈ നാളുകാർക്കാണ് പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ ടെൻഷൻ അടിക്കുവാനെങ്കിലും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും, സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞവരാണ് അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രതികൂലങ്ങൾ നമ്മളെ പലപ്പോഴും തകർത്ത് കളയും, അല്ലേ? നമ്മൾ പലപ്പോഴും ശത്രുതയിലാകാറുണ്ട്, അല്ലെ പ്രതിസന്ധിയിലാകാറുണ്ട്, അപകടത്തിൽപ്പെടാറുണ്ട്, ആപത്തിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതിന് മുന്നറിയിപ്പായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. ഞായറാഴ്ച രാവിലെ 6:42 മുതൽ 9:42 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:02 മുതൽ ഉച്ച കഴിഞ്ഞ് 3:42 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ ശുഭസമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഏതൊരു കാര്യവും ഈ സമയത്ത് തന്നെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷ അഭിപ്രായം. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നു. സംഖ്യാശാസ്ത്രം പറഞ്ഞ് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്, തീയതി 5 അപ്പോൾ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അപ്പോൾ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല അനുഭവങ്ങളായി വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. അതൊരു അറിവാണ്, ജ്യോതിഷപരമായിട്ടുള്ള അറിവാണ്, ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ളൊരു അറിവാണ്, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു അറിവാണ്. ഈ അറിവിൽ വിശ്വസിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു പോയാൽ നല്ലൊരു ജീവിതം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മുടങ്ങാതെ കേൾക്കുക, കാണുക, വിശ്വസിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ വലിയൊരു ഒരു പ്രസൻറ്റേഷനാണ് ഒരു ലൈക്ക്, അതും നൽകുക. ഓക്കെ, ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത്
ഞായറാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പൂരുട്ടാതി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരുട്ടാതി, വിശാഖം, മൂലം, പുണർദം, മകം, അത്തം, രോഹിണി, അശ്വതി എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. തിരുവോണം, മൂലം, വിശാഖം, അത്തം, മകം, പുണർദം, രോഹിണി, അശ്വതി, പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ. നന്ദി നമസ്കാരത്തോടെ നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.